ഈ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ തൊഴിലെടുക്കുന്ന ഈ തൊഴിലാളികൾക്ക് ആവശ്യമായ ഒരു കാര്യവും ചെയ്യുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പുതിയ നഗരസഭകൾ ഉണ്ടാവുന്നു, കോർപ്പറേഷനുകൾ ഉണ്ടാവുന്നു. ആ കോർപ്പറേഷനുകളും നഗരസഭകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കോർപ്പറേഷന്റെ ഏരിയ, നിലവിലുള്ള ഏരിയ, ഇപ്പൊ കണ്ണൂർ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി മാറി. കൂടുതൽ പ്രദേശങ്ങൾ, പഞ്ചായത്ത് പ്രദേശങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തി. പക്ഷേ ഈ ഒരു മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ നഗരസഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശുചീകരണ പ്രവർത്തനമാണ്. ഇപ്പൊ ഞാൻ തൃശ്ശൂർക്കാരനാണ്. അവിടെ 32 ഡിവിഷൻ ഉണ്ടായിരുന്നത് 52 ഡിവിഷൻ ആയി കോർപ്പറേഷനായി മാറി. ഇപ്പൊ സമീപ പഞ്ചായത്തുകൾ 2 പഞ്ചായത്ത് കൂട്ടിച്ചേർത്തു. പക്ഷേ ശുചീകരണ പ്രവർത്തനം നടത്താൻ ആവശ്യമായ തൊഴിലാളികളെ അനുവദിക്കുന്നില്ല. അതിൽ വേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ കോർപ്പറേഷന്റെ പ്രദേശം, അതിന് വിസ്തൃതി എത്രയാണ്, പഴയ വിസ്തൃതിയിൽ നിന്നും എത്രമാത്രം കൂടുതൽ വിസ്തൃതി അതിലുണ്ടായി, അവിടെയുള്ള ഈ അധ്വാന ഭാരത്തിന്റെ ഒരു ശാസ്ത്രീയമായ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് അതിന് എത്ര തൊഴിലാളികൾ, ആ പ്രദേശത്തെ നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനത്തിന് എത്ര തൊഴിലാളികൾ വേണം എന്നതിനെ സംബന്ധിച്ച് ഒരു ശാസ്ത്രീയമായ ഒരു കണക്കെടുപ്പ് നടത്തി അതിനാവശ്യമായ തസ്തിക സൃഷ്ടിക്കുക എന്നുള്ളത് തൊഴിലാളികൾ വളരെ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇന്ന് വരെ ഈ അടുത്ത കാലങ്ങളിൽ വന്ന ഒരു ഗവൺമെന്റും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടാവുന്നു, പല നഗരസഭകളിലും കോർപ്പറേഷനിൽ അല്ലെങ്കിൽ നഗരസഭയിലെ കൗൺസിലർമാരായിട്ട് വന്നാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താ, അവരുടെ ഡിവിഷനിലുള്ള പ്രവർത്തനം, ശുചീകരണ പ്രവർത്തനം നന്നായി നടക്കണം. അത് നന്നായി നടക്കാൻ തസ്തികയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിലും ഡെയിലി വേജസ് എന്ന് പറഞ്ഞ് CLR DLR എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളെ വെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വെക്കാൻ പാടില്ല. നിലവിലുള്ള സർക്കാരിന്റെ ഉത്തരവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് അങ്ങനെ CLRനും DLRനും വെക്കാൻ കഴിയില്ല. അത് പകരം തൊഴിലാളികൾ വെക്കണമെങ്കിൽ പോലും എംപ്ലോയ്മെന്റ് ഒന്ന് ലിസ്റ്റ് വിളിച്ചിട്ട് വേണം അത് തെരഞ്ഞെടുപ്പ് നടത്താൻ. പക്ഷെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉള്ളപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ ആവശ്യത്തിന് ഈ CLRനും DLRനും വെച്ച് അത് നഗരസഭകൾക്ക് കൂടുതൽ ബാധ്യതയായുമായി മാറുന്നു. അത് മാത്രമല്ല, അതിന്റെ ആ സംവിധാനം വളരെ സങ്കീർണമായി മാറുന്നു. അവര് 15ഉം 20ഉം വർഷം CLRും DLRായി പണിയെടുക്കുന്ന തൊഴിലാളികൾ സ്ഥിരപ്പെടാൻ കഴിയാതെ അവസാനം ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെ ഈ താൽക്കാലിക തൊഴിലാളികളായി തന്നെ 60 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർ ചെയ്തു പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ ഈ കോർപ്പറേഷൻ തൊഴിലാളികളെ സംബന്ധിച്ച് ഒട്ടേറെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊരു ഡിമാൻഡാണ്, ഈ 15ഉം 20ഉം വർഷമൊക്കെ CLRും DLRായുമായി പണിയെടുത്ത തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു മാനുഷികമായ ഒരു വശമാണ്. അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും അതുപോലെ നഗരസഭാ തൊഴിലാളികളും ജീവനക്കാരും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് എന്നതുകൊണ്ട് അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരും. അതിനെക്കുറിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും. മറ്റ് പ്രക്ഷോഭ പരിപാടികളുമായി ഈ സമ്മേളനം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകും എന്നതാണ് ഞങ്ങൾക്ക് ആമുഖമായി ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്.